ഹലോ കൂട്ടുകാരെ, ഞാൻ കുഞ്ഞൻ. എന്റെ കഥാലോകത്തേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂട്ടുകൂടണേ. നമുക്കിനി കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ലില്ലി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അച്ഛനോടും അമ്മയോടും ഒപ്പമാണ് ലില്ലിക്കുട്ടി താമസിച്ചിരുന്നത്. ലില്ലി വലിയ കുസൃതിക്കാരിയായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. ലില്ലിയുടെ വീടിനോട് ചേർന്ന് ഒരു വലിയ പൂന്തോട്ടമുണ്ടായിരുന്നു. കൂട്ടുകാർക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ അവൾക്ക് എന്നും വൈകുന്നേരം തന്റെ പൂന്തോട്ടത്തിൽ വന്നിരുന്ന് തന്റെ ഡ്രോയിംഗ് ബുക്കിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ലില്ലി തന്റെ പൂന്തോട്ടത്തിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ തന്റെ അടുത്തൊരു കുഞ്ഞൻ ഉറുമ്പിനെ കണ്ടത്. ഉറുമ്പിനെ കണ്ട ലില്ലിക്കൊരു കുസൃതി തോന്നി. അവൾ തന്റെ കയ്യിലിരുന്ന കളർ കുപ്പിയുടെ അടപ്പെടുത്ത് ഉറുമ്പിന്റെ മുകളിൽ വച്ചു. പാവം കുഞ്ഞിനുറുമ്പ്. പെട്ടെന്ന് ചുറ്റും ഇരുട്ടായപ്പോൾ അവൻ പേടിച്ചുപോയി. ലില്ലിയാകട്ടെ തന്റെ പടം വരയിൽ തുടർന്നു. അപ്പോഴാണ് അമ്മ ലില്ലിയെ വൈകുന്നേരത്തെ കാപ്പിയും പലഹാരവും കഴിക്കാനായി വിളിച്ചത്. അമ്മ വിളിച്ചത് കേട്ട ലില്ലി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി. അവൾ നമ്മുടെ പാവം കുഞ്ഞനുറുമ്പിന്റെ കാര്യം മറന്നുപോയി. അന്ന് രാത്രി വലിയ ഇടിവെട്ടും മഴയും ഉണ്ടായിരുന്നു. ലില്ലി ആ തണുപ്പത്ത് സുഖമായി മൂടി പുതച്ച് കിടന്നുറങ്ങി. കൂട്ടുകാർക്ക് ഇടിവെട്ടുമ്പോൾ പേടിയാകാറുണ്ടോ? നമ്മുടെ കുഞ്ഞിനുറുമ്പിനെ ഇടിവെട്ടുന്നത് കേൾക്കുന്നതൊക്കെ വലിയ പേടിയായിരുന്നു. പാവം കുഞ്ഞിനുറുമ്പ് ഇടിവെട്ടുന്നതിന്റെ ശബ്ദമെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് ആ അടപ്പിന്റെ അടിയിലിരുന്നു. പിറ്റേന്ന് രാവിലെ ആകാശം തെളിഞ്ഞു. ലില്ലി ഉറക്കത്തിൽ നിന്ന് കണ്ണു തിരുമ്മി എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്നലെ താനൊരു ഉറുമ്പിനെ മൂടിവെച്ച കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടി പൂന്തോട്ടത്തിലെത്തി ഇന്നലെ വച്ച അടപ്പ് പൊക്കി നോക്കി. അതിനടിയിൽ കുഞ്ഞനുറുമ്പ് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട ലില്ലിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുസൃതി കാരണം ഒരു ഉറുമ്പ് ചത്തുപോയല്ലോ എന്നോർത്ത് അവൾക്ക് കരച്ചിൽ വന്നു. "നീ എന്തിനാ അങ്ങനെ ചെയ്തത്?" ശബ്ദം കേട്ട് നോക്കിയ ലില്ലി തന്റെ അടുത്തേക്ക് വരുന്ന അച്ഛനെ കണ്ടു. അവൾ അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ തമാശയ്ക്ക് ചെയ്തതോ അച്ഛാ. അമ്മ വിളിച്ചപ്പോൾ ഞാനും അവന്റെ കാര്യം മറന്നുപോയി." അച്ഛൻ ലില്ലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "സാരമില്ല, അടുക്കളയിൽ പോയി കുറച്ച് തേനും പഞ്ചസാരയും എടുത്തുകൊണ്ടുവാ." അച്ഛൻ പറഞ്ഞത് കേട്ട ലില്ലി ഒറ്റയോട്ടത്തിന് കയ്യിൽ കുറച്ച് തേനും പഞ്ചസാരയുമായി ഓടി വന്നു. അച്ഛൻ അതിൽ നിന്ന് ഒരു തുള്ളിയെടുത്ത് കുഞ്ഞിന്റെ ദേഹത്തിറ്റിച്ചു. പഞ്ചസാര തരികൾ അവന്റെ അടുത്ത് വിതറി. ലില്ലിയുടെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞനുറുമ്പ് പയ്യെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഓടിപ്പോയി. അത് കണ്ട് അച്ഛൻ പറഞ്ഞു, "അവൻ എങ്ങോട്ടാ പോയതെന്നറിയാമോ ലില്ലിക്കുട്ടിക്ക്?" അവൾ ഇല്ലാന്ന് തലയാട്ടി. "എന്നാൽ കുറച്ചു സമയം ഇവിടെ തന്നെ നിൽക്ക്," അച്ഛൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിനുറുമ്പും കുറച്ച് കൂട്ടുകാരും വരിവരിയായി വരുന്നത് കണ്ടു. അവരുടെ അടുത്തെത്തിയപ്പോൾ ഒന്ന് സംശയിച്ച് നിന്നിട്ട് കുഞ്ഞിനും കൂട്ടുകാരും പഞ്ചസാര തരികളുടെ അടുത്തേക്ക് ചെന്ന് ഓരോ തരികൾ തലയിലെടുത്ത് വരിവരിയായി തിരിച്ചു പോകുന്നത് ലില്ലി കണ്ടു. "വാ, ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് കാണിച്ചു തരാം." കുഞ്ഞിനെയും കൂട്ടുകാരെയും പിന്തുടർന്ന് ലില്ലിയും അച്ഛനും കണ്ടത് പൂന്തോട്ടത്തിലെ മാവിന്റെ ചുവട്ടിൽ ഒരു വലിയ ഉറുമ്പിന്റെ കൊട്ടാരമായിരുന്നു. "ഉറുമ്പുകൾക്ക് ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടോ?" ലില്ലി അതിശയത്തോടെ ചോദിച്ചു. "വലിയ വീട് മാത്രമല്ല, ഇത്തിരി കുഞ്ഞന്മാരായ ഇവരുടെ മനസ്സും വലുതാ. കണ്ടില്ലേ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും തനിക്ക് കിട്ടിയ ഭക്ഷണം വീട്ടിലെത്തിച്ച് എല്ലാവർക്കും കഴിക്കാൻ അവൻ തന്റെ കൂട്ടുകാരെ കൂട്ടിവന്നത്. നമ്മളും ഇങ്ങനെ ആയിരിക്കണം. ആരെയും ഉപദ്രവിക്കാതെ നമുക്ക് പറ്റുന്ന നന്മകൾ എല്ലാവർക്കും ചെയ്യണം. മനസ്സിലായോ?" അച്ഛൻ പറഞ്ഞത് കേട്ട് ലില്ലി മനസ്സിലായി എന്ന് തലയാട്ടി. ഇനി ഒരിക്കലും താൻ ആരെയും ഉപദ്രവിക്കില്ല എന്നും എല്ലാവരെയും സഹായിക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ച് അച്ഛനോടൊപ്പം വീട്ടിലേക്ക് ലില്ലി നടന്നു. ലില്ലി തീരുമാനിച്ച പോലെ കൂട്ടുകാരും ഇനി ആരെയും ഉപദ്രവിക്കാതെ സഹായിക്കില്ലേ? സഹായിക്കുമെന്ന് എനിക്കറിയാം. പണ്ടൊരു കാട്ടില് ചിക്കു എന്ന ഒരു കുഞ്ഞൻ ചുണ്ടല് താമസിച്ചിരുന്നു. അവനാകട്ടെ നിങ്ങളെപ്പോലെ തന്നെ വലിയ വികൃതിയും. ഒരു സമയത്തും അവൻ അടങ്ങിയിരിക്കില്ല. എപ്പോഴും കുസൃതികൾ കാണിച്ചു നടക്കും. ഒരിക്കൽ നമ്മുടെ ചിക്കു കാട്ടിലൂടെ നടന്നപ്പോൾ ആ കാട്ടിലെ സിംഹരാജാവ് കിടന്നുറങ്ങുന്നത് അവൻ കണ്ടു. ഉറങ്ങുകയാണെങ്കിൽ പോലും ആ കൂർക്കമ്മലി കേട്ട് പേടിച്ച് ഒറ്റ മൃഗങ്ങൾ പോലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായില്ല. പക്ഷെ നമ്മുടെ ചിക്കു പമ്മി അടുത്ത് ചെന്ന് ചാടി സിംഹരാജാവിന്റെ തലയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. ഉറക്കം തടസ്സപ്പെട്ട സിംഹം വലിയ ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് എഴുന്നേറ്റു. ആ മുരൾച്ച കേട്ട് അടുത്തുള്ള മരങ്ങളിലെ പക്ഷികളെല്ലാം ചിലച്ചുകൊണ്ട് പറന്നുപോയി.
സിംഹം തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചിക്കുവിനെ തൂക്കിയെടുത്തുകൊണ്ട് ചോദിച്ചു, ഈ കാട്ടിലെ ഒരു മൃഗം പോലും എന്റെ അടുത്ത് വരാൻ ധൈര്യപ്പെടില്ല. പക്ഷെ നീ എന്റെ തലയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നോ? അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇത് കേട്ട ചിക്കു പേടിച്ച് വിരണ്ടുകൊണ്ട് പറഞ്ഞു, സിംഹരാജാവേ, ഈ എളിയവനായ പ്രജയോട് ക്ഷമിക്കൂ. അങ്ങ് വളരെ വലിയവനല്ലേ. എന്നെ വെറുതെ വിട്ടാൽ നാളെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ താങ്കളുടെ സഹായത്തിനായി എത്താമെന്ന് ഉറപ്പ് നൽകുന്നു. ഇത് കേട്ട സിംഹം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തിരി കുഞ്ഞിനായ നീ എന്ത് സഹായമായി എനിക്ക് ചെയ്യാനാണ്? നിന്നെ കൊണ്ടൊന്നും എന്നെ സഹായിക്കാനൊന്നും കഴിയില്ല. ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ടാൽ നിന്നെ ഞാൻ ശരിയാക്കും. ഇങ്ങനെ പരിഹസിച്ച് പറഞ്ഞുകൊണ്ട് ചിക്കുവിനെ സിംഹം വെറുതെ വിട്ടു. ജീവൻ കയ്യിൽ കിട്ടിയ സന്തോഷത്തില് ചിക്കു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവനവന്റെ കുസൃതിയൊന്നും നിർത്തിയില്ല കേട്ടോ. പിന്നെയും അവൻ കാട്ടിലൂടെ തുള്ളിച്ചാടി നടന്നു. അങ്ങനെ ഒരിക്കൽ കാട്ടിലെ തന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ചു ദൂരെ നിന്ന് സിംഹരാജാവിന്റെ ഒരു അലർച്ച അവർ കേട്ടു. ചിക്കുവിന്റെ കൂട്ടുകാരെല്ലാം ഓടി ഒളിച്ചു. പക്ഷെ ചിക്കുവിന് ആ അലർച്ചയിൽ എന്തോ പന്തിക്കേട് തോന്നി. അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ മുന്നോട്ട് നടന്നു. ആ ശബ്ദം കേട്ട സ്ഥലത്ത് എത്താറായപ്പോ ആ അലർച്ച അവൻ വീണ്ടും കേട്ടു. അവൻ ഓടിച്ചെന്നൊരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ സിംഹരാജാവ് വേട്ടക്കാർ വെച്ചൊരു കെണിയിൽ അകപ്പെട്ട് നിൽക്കുന്നതാണ്. ആ കെണിയെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ട്. അത് വെച്ച് വേട്ടക്കാർ കാട്ടിലെ മൃഗങ്ങളെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പല ജോലികളും എടുപ്പിക്കുമെന്ന് അവന്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കു ചുറ്റും നോക്കി. ഇല്ല, വേട്ടക്കാർ എത്തിയിട്ടില്ല. അവൻ ഓടിച്ചെന്ന് അവന്റെ സർവ്വശക്തിയും എടുത്ത് സിംഹത്തിനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരണ്ട് മുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കെട്ടിയിരുന്ന കയറുകളെല്ലാം മുറിച്ച് അവൻ സിംഹത്തെ മോചിതനാക്കി. തന്നെ മോചിപ്പിച്ച ചിക്കുവിനെ സിംഹരാജൻ സ്നേഹത്തോടെ കയ്യിലെടുത്തു. രാജാവിന്റെ വലിയ കൈകളിലിരുന്ന് അവൻ പറഞ്ഞു, സിംഹരാജാവേ, അന്നങ്ങെന്നെ പരിഹസിച്ചില്ലേ? എനിക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ച് ഇപ്പോൾ ഇത്തിരി കുഞ്ഞൻ താങ്കളുടെ ജീവൻ രക്ഷിച്ചത് കണ്ടില്ലേ? ഇത് കേട്ട് സിംഹം ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞൻ സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഞാൻ ആരെയും വില കുറച്ച് കാണില്ല. പിന്നീടുള്ള കാലം സിംഹരാജാവ് ആ കാട്ടിൽ ആരെയും ഭയപ്പെടുത്താതെ കഴിഞ്ഞു. നമ്മുടെ ഇത്തിരി കുഞ്ഞനായ വികൃതിക്കുട്ടൻ ചിക്കു ആകട്ടെ സിംഹരാജാവിന്റെ ഉറ്റ സുഹൃത്തുമായി മാറി. സിംഹരാജാവിനെ പോലെ നമ്മളും ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവർക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ എന്നെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. കേട്ടോ കൂട്ടുകാരെ? വികൃതിക്കുട്ടനായ ചിന്നന് സംഭവിച്ചത് എന്താണെന്ന് കൂട്ടുകാർക്കറിയണോ? എന്നാൽ കഥ കേട്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാട്ടിൽ ചിന്നൻ എന്ന പേരുള്ള ഒരു കുഞ്ഞിക്കുരങ്ങനുണ്ടായിരുന്നു. ചിന്നന് വളരെ വളരെ ചീത്തയായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും സാധനങ്ങൾ അവൻ മോഷ്ടിക്കുമായിരുന്നു. അവനെ പേടിച്ച് കാട്ടിലെ ജീവികൾക്ക് അവരുടെ ആഹാര സാധനങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പേടിയായിരുന്നു. ചിന്നനെങ്ങാനും കണ്ടാൽ അവനത് മോഷ്ടിക്കും. ഈ സ്വഭാവം കാരണം ചിന്നന് ആ കാട്ടിൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിന്നന് അതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. അവൻ വള്ളികളിൽ തൂങ്ങി ചാടി നടന്ന് കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് അവന് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം വെറുതെ നശിപ്പിച്ച് കഴിഞ്ഞു പോന്നു. അങ്ങനെ അവനെക്കൊണ്ട് പൊറുതിമുട്ടിയ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ഒരു ദിവസം ഒത്തുചേർന്ന് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പല അഭിപ്രായങ്ങളും അവിടെ പറഞ്ഞു. അവനെ പിടിച്ച് വേട്ടക്കാർ വരുന്ന വഴിയിൽ കെട്ടിയിടാമെന്നും അവനെ പിടിച്ച് കാട്ടിലെ മുതലക്കുളത്തിലെ മുതലകൾക്ക് തിന്നാൻ കൊടുക്കാമെന്നുമെല്ലാം മൃഗങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും തീരുമാനമാകാതെ കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ മുത്തശ്ശൻ ആനയോട് അവർ അഭിപ്രായം ചോദിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കണമല്ലേ? അതിനൊരു വഴിയുണ്ട്. പനയോലകൾ തീവുകൊണ്ട് കിടന്ന മുത്തശ്ശനാന പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനാന പറഞ്ഞ രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ചിന്നൻ തന്റെ സ്ഥിരം വഴിയിലൂടെ ചാടിച്ചാടി നടന്നപ്പോ കുറച്ചകലെ കുറെ കിളികൾ ഒച്ച വയ്ക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ കുറേ കിളികൾ അവരുടെ ഒരു കൂട്ടിൽ കുറെ പഴങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് അവൻ കണ്ടു. ഇത് മുഴുവൻ കൈക്കലാക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ച് അവൻ ഒച്ച വെച്ച് കിളികളെയെല്ലാം ഓടിച്ച് ആ കൂടിനെ ലക്ഷ്യമാക്കി ചാടി. പക്ഷേ അത് മറ്റു മൃഗങ്ങൾ ഒരുക്കിയ ഒരു കേണിയായിരുന്നു.
ആ കിളിക്കൂട് അവർ ഉണ്ടാക്കിയത് ആ കാട്ടിലെ ഏറ്റവും വലിയ കടന്നൽ കൂട്ടിന് തൊട്ടുമുന്നിലായിരുന്നു. അവർ ആ കിളിക്കൂട്ടിൽ ഒരു കാട്ടുവള്ളി കെട്ടി ആ മരത്തിന്റെ താഴെ കാത്തിരിക്കുകയായിരുന്നു. ചിന്നൻ കൂട്ടിലേക്ക് ചാടിയ തക്കം നോക്കി അവർ ആ വള്ളിയിൽ പിടിച്ചു വലിച്ചു. കൂട് മാറിപ്പോയി. ചിന്നൻ നേരെ പോയി വീണത് വലിയ കടന്നൽ കൂട്ടിലേക്ക്. കടന്നൽ കൂട്ടിൽ വീണാൽ എന്തു പറ്റും കൂട്ടുകാരെ? അവർ കുത്തി നാശമാക്കും. ചിന്നനും കിട്ടി ദേഹം മുഴുവൻ നല്ല കുത്ത്. അവൻ ഓടി ഓരോ മൃഗങ്ങളോടും സഹായം ചോദിച്ചെങ്കിലും ആരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ദേഹം മുഴുവൻ കടന്നൽ കുത്തുകൊണ്ട് നീര് വെച്ച് കുറേ നാൾ ആഹാരം കഴിക്കാനൊന്നും പറ്റാതെ കൂട്ടിൽ കിടന്നു. അതോടെ അവൻ കാട്ടിലെ മൃഗങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം നിർത്തി. നമ്മളും ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കാനൊന്നും പോകരുത് കേട്ടോ കൂട്ടുകാരെ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ.